എൻ്റെ പൊന്ന് ഗൈസ്, ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ ആർഎസാണ്. നമ്മൾ ബൈ ദ വേ ഇപ്പോൾ 4K അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. അതല്ല, ഇപ്പോൾ ഒരു ചെറിയ സങ്കട വാർത്ത പറയാനുണ്ട്. എഡിറ്റ് ചെയ്ത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ റെക്കോർഡ് ചെയ്തതിന് മൈക്കിന് എന്തൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ചെറിയ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പിന്നെ കീബോർഡിൻ്റെ സൗണ്ട് ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട്. എന്നാലും വിഷയമില്ലാന്ന് വിചാരിക്കണം. നിങ്ങൾ എന്തായാലും സഹിച്ചേ പറ്റൂ. സോറി. അടുത്ത വീഡിയോ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാന്ന്. ഓക്കെ, ബൈ. കുറച്ച് ചായ വേണമായിരുന്നല്ലേ? ഇവിടെ ഒന്നൊരു ഹോട്ടല് പോയിട്ടൊരു ആശുപത്രി പോലും ഇല്ല ബ്രോ. നമുക്കൊരു തട്ടുകട ഇടുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? തട്ടുകട വേണ്ട ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ. ഈ മഴയുള്ള സമയത്ത് ഒരു ചായയും ഒരു പരിപ്പുവടയും കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. മഴയൊക്കെ കൊണ്ട് നടക്കാലോ. ഓ, ഇപ്പോഴത്തെ മഴയൊന്നും ഒരു രസമില്ല ബ്രോ. പണ്ടത്തെ മഴയാണ് മഴ, അല്ലേ? ആണോ? അതെ, നിങ്ങൾക്കൊന്നും അറിയില്ല. ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് മണ്ണപ്പൊക്കെ ചുറ്റ് നടന്ന ഒരു കാലമുണ്ട്. പണ്ട് മഴ വരുമ്പോഴേ ഈ മണ്ണിന്റെ ഒരു മണം വരും. ഓ, ഒരു ഇച്ചാതി മണായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ മണ്ണ് ഇങ്ങനെ എടുക്കും. കാണിച്ചില്ല, ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഞങ്ങൾ അതൊരു ചിരട്ടയുണ്ട്, ഈ മറ്റേ തെങ്ങീന്ന് കിട്ടൂലേ? തേങ്ങയെന്ന്. അതന്നെ, തെങ്ങീന്ന് തേങ്ങ കിട്ടും, അതിന്ന് ചിരട്ട കിട്ടും. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു മണ്ണപ്പം ഉണ്ടാക്കും. എന്നിട്ട് കത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് എല്ലാരും കൂടി ഇങ്ങനെ തിന്നും. അതൊക്കെ ഒരു കാലം. പക്ഷെ ഇപ്പൊ പുതിയ തലമുറക്ക് ഇതൊന്നും അറിഞ്ഞൂടാന്ന്. എന്ത് ചെയ്യാനാ? ആരായിരിക്കും? ഓ, നേരത്തെ വന്ന പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട മണ്ണപ്പം അതെടുത്ത് എറിഞ്ഞ് അങ്ങേർക്ക് കൊടുക്കാം. ഇതൊക്കെ ആരാണ്? ആരാണ് ഇവിടെ? അതെ, പുള്ളി നമുക്ക് നേരത്തെ അറിയാമോ? ഇല്ലില്ല, അറിയില്ല. ആരാണത്? ആരാണ്? ആരാണ്? ആരാ? ആരാ? ഞാൻ ഇവിടെ ഉള്ള. ഇവിടെന്ന് പറയുമ്പോ എവിടെ? ഇവിടെന്ന് പറയുമ്പോ നമ്മളെ ഈ ഏരിയയില്. ഈ ഏരിയയിലെന്ന് പറയും ഇതിന്റെ അടിയിലാണോ? ഇങ്ങനെയല്ല, ഈ നാട്ടിലുള്ള ആളാ. ഓ, നാട്. അപ്പൊ ഈ നാടിന്റെ പേരെന്താ? ഈ നാടിന്റെ പേരെന്തായിരുന്നു? ഇങ്ങോട്ട് വന്നപ്പോ പേരൊന്നും പറഞ്ഞു. പഞ്ചായത്തിന്റെ പേരുണ്ടായി. ടെമിറ്റ്സ്. അതന്നെ. നിങ്ങളൊന്നും ഇതുവരെ എവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാണ്? എന്താണ്? ഞങ്ങളിങ്ങനെ വഴിപ്പോക്കരാണ്. വഴിപ്പോക്കരോ? ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ വന്നതാണ്. ഞങ്ങൾ മറ്റേ ഉൾവിളിയോ? നിങ്ങൾ മറ്റേ സംഭവം. ഞാൻ ഒരു ലൈറ്റിന്റെ പുറകെ വന്ന അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തി. ലൈറ്റ് ഒക്കെ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തരാം. അയ്യോ, ഇല്ല. ഈ ലൈറ്റ് ആണോ? ദേ വേറൊരു മച്ചൻ വരുന്നു. ഇയാൾ ആടെ കുന്തം പോലെ നിൽക്കുന്നുണ്ടോ? കുന്തോ? ഞങ്ങളുടെ ഇവിടുത്തെ റൂൾസ് ഒന്നും അറിയില്ല. അയ്യോ, വേണ്ട, ഒന്നുമില്ല. ഞങ്ങള് 3 പേരുണ്ട്. അതൊക്കെ നമ്മൾ ഒറ്റക്ക് മതി. മണ്ണ് ഇതാക്കുന്നു. മണ്ണല്ല, ഇത് കേക്കാണ്. എനിക്ക് വേണ്ട, അയ്യുന്നോ. എന്താണ് മഴയത്ത് വെറുതെ നടക്കാൻ വന്നാണ് ഇങ്ങോട്ട്? അല്ല, ഞാനിവിടെ എന്റെ ഷോപ്പ് റീസ്റ്റോർ ചെയ്യാൻ വന്നാണ്. അപ്പോഴാണ് ഇതുവരെ കാണാത്ത ആൾക്കാരെ കണ്ട്. ഓ, ഇതിലേതാ ഷോപ്പ്? അതാ അവിടെയുള്ള ബോൺമിൽ ഷോപ്പ്. ഓ, അവിടെ ഭയങ്കര കത്തി വിലയാട്ടോ, അത് കുറയ്ക്കണം. അല്ലല്ല, ഇതുവരെയുള്ള എല്ലാരും പറഞ്ഞ് നല്ല വിലയാണ്. ഇല്ലില്ല, ഞാൻ പറയും കത്തി വിലയാണ്. ഒരു സ്റ്റാക്കിന് 1 ഡയമണ്ടേ ഉള്ളൂ. ഇവിടുത്തെ എസ് പോലും അപ്രൂവ് ചെയ്താ. അല്ല, അങ്ങോട്ട് ഇട്ടുണ്ട്, അവിടെ ഇല്ല. ബോൺ ബ്ലോക്കിന്റെ കാര്യമാണോ പറയണത്? അതെ. ഞാനും ഒരെണ്ണം പർച്ചേസ് ചെയ്തിരുന്നു. ബ്രോയുടെ പേരെന്താണ്? എന്റെ പേര് ഫ്രിറ്റ്സ്. എന്റെ പേര് ഫ്രിക്സ്. അത്ര ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല. അല്ല, ഉണ്ട്. ഇല്ല. ഇല്ല. എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കൂ. നല്ല മഴ. ഒന്ന് കിടന്നുറങ്ങിയാ മതി. പറഞ്ഞു. അത് പറയേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ പഞ്ചായത്ത് അല്ല. നമ്മള്
നിങ്ങളുടെ പഞ്ചായത്തോ? ആരാണ് നിങ്ങളൊക്കെ ഇത്രയും കാലം കാണാത്ത നിങ്ങളെ ഇവിടെ കണ്ടിട്ട് നിങ്ങളുടെ പഞ്ചായത്ത്? One eternity later. പറയൂ. അറിയൂ എത്ര എവിടെ പോയി? ഞാനാണോ പറയണ്ടേ? ആ ആ ഈ പൂവ് ഇടുന്ന വാങ്ങിയ 2 ആഴ്ച ആയിട്ട് കാണാനില്ലല്ലോ. ഈ പൂവ് ഞങ്ങള് ആ തട്ടുകട ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ അതിന്റെ അപ്പുറം ഒരു പൂക്കട കൂടെ ഉണ്ട്, അവിടുന്ന് വാങ്ങിയതാ. പൂക്കട ഇടുന്നതിന് മുമ്പ് വാങ്ങിയോ? അതൊക്കെ വാങ്ങും. ഈ 2 ആഴ്ച എന്ന് പറയുമ്പോ 2 ആഴ്ച ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. എവിടെ വീട്? One eternity later. ഓ ഇതാണോ വീട്? ഒമ്പോ നല്ല കേവൊക്കെ ഉണ്ടല്ലോ. കുട്ടേട്ടാ റൂട്ടേട്ടൻ സുഭാഷ്. ആ സാധനം ഒന്നും ചെയ്യോ? ഏ? അല്ലേ വേണ്ട, ഡിറ്റക്റ്റീവ്സിന്റെ സാധനം ആയിരിക്കൂലേ എന്താ ഇയാളെ കയ്യിലെ ഭൂത അത്? കണ്ണാടി? ഇല്ല അത് നമ്മള് സ്പെഷ്യൽ ഇങ്ങനെ അയ്യോ, തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന സാധനമാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒരാളുടെ മക്കളാ? അല്ല, ഈ സംഭവം എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അല്ലല്ല മെയിൻ ആളുടെ അടുത്ത് മാത്രമേ ഉള്ളൂല്ലേ? അതെ 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 അതെ. അതെ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണല്ലേ? യെസ് യെസ്. പക്ഷെ ഇവരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യണത്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ബംഗാളികളാ പണിയെടുക്കുക. വിജയ് ബ്രോ ഇങ്ങനെ ഇങ്ങോ അവിടെ ഉള്ള റിവർ ഉണ്ടോ? ആ റിവർ. ഓ, ആ എടാ മണ്ട മര്യാദയ്ക്ക് നിൽക്ക്. ആ ഇതിലൂടെ ആ റിവർ ഉണ്ട്, ആ റിവർ. അത് അപ്പുറത്തെ റിവർ. അയ്യോ പോയോ? ഹലോ ആ കള്ളൻ എന്ത് ചെയ്യാ? അങ്ങേരെന്ത് ചെയ്യാ? താഴേക്ക് പോയി. പുള്ളി കേവിലേക്ക് പോയല്ലോ. അവിടുന്ന് ആരൊക്കെ വരുന്നതാ? അതേ നിക്കണ്. എടാ കള്ള. അല്ല, അയാള് പോയി. വന്നു. അതാ വരും. മിസ്റ്റർ എന്തിനാ എന്നെ തട്ടിയിട്ട്? ഞാനേ ഇവിടെ ഉള്ള റിവർ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോ തട്ടിപ്പോയതാണ്. എന്തൊക്കെയോ നിഗൂഢതകൾ. ഒരബദ്ധം 2 പ്രാവശ്യം ഉണ്ട്. പറ്റില്ലല്ലോ. അതെ. പിന്നെ നമ്മളെയും തള്ളിയിടാൻ നോക്കി. ഇത് ആ പുള്ളി പോയ എങ്ങനെയാന്ന് കാണിച്ചതെന്നാണ്. എന്തായാലും ലാഭായി. ഇതൊക്കെ ശരി. അതിന്റെ ഇടയിൽ കൂടെ എടുത്തു പാവല്ലേ. താങ്ക് യു. അയ്യോ ആർക്കൊക്കെ കേറി. അയ്യോ എനിക്ക് കിട്ടിയില്ല. അതാരെ എടുത്തോ, എന്തേ ആവട്ടെ. ഡയമണ്ട് ഇഷ്ടം പോലെ ഉണ്ട്, അപ്പൊ അത് വേണ്ട. മച്ചള. ബാക്കി ബാക്കി എന്ത്? വീടൊക്കെ നോക്കട്ടെ. എവിടെ വീട്? വീടില്ല. വീടെന്ന് പറയാനില്ല, ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്. കുറച്ച് അവിടെ എവിടെയും കുറച്ച് പെട്ടി ഉണ്ട് എന്നുള്ളൂ. അതേ ഉള്ളൂ. വീടൊന്നും വെച്ചില്ല. വീട് വെച്ചില്ല. വീട് വെക്കാനുള്ള പുറപ്പാടിലാണ്. ഞാൻ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്ത് വരും. ബാമ്പു. ഇതെന്താണ്? ഇതെന്താണ്? ഏത്? എന്താ ഇവിടെ കൊറേ തലയിച്ചോ അതൊക്കെ? ഇതോ? ഈ തല. അയ്യോ, ഇതെന്താണ്? ഇത് നമ്മുടെ സച്ചിന്റെ തലേന്റെ മോഡല്. അത് പൊട്ടിക്കല്ലേ, അവിടെ വെക്ക്. മോഡലോ? സച്ചിൻ ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. സച്ചിൻ അതിന് 3. ഇത് അല്ലല്ല, എപ്പോഴാ സച്ചിൻ തന്നെ? അതെനിക്ക് ഓർമ്മല്ല. ഏകദേശം ഒരു 2.5 ആഴ്ച മുമ്പ്. ഓർമ്മയില്ലേ? 2.5 ആഴ്ച. ഓർമ്മയില്ലേ? 2.5 ആഴ്ച. ചെവി കേട്ടു. ഇത് എന്ത് ഡിറ്റക്റ്റീവാണ്? 2 ആഴ്ച.
സത്യം. അന്ന് ഞാൻ ഒരു സത്യം പറയട്ടെ, ഏ, സച്ചിൻ ഇതൊന്ന് റെക്കോ മൂന്ന് മാസായിട്ട് കേറിയിട്ടില്ല. ഏടെ കയറിയിട്ടില്ല. സെർവറില്. അതെ. അങ്ങനെ പറയല്ലേ, ഇവിടെ കാണാനില്ലെന്ന് പറ. സോറി. സോറി. 3 മാസായിട്ട് സച്ചിനെ അവിടെ കാണാനില്ല. ആര് പറഞ്ഞു? ഞാൻ രണ്ടാണല്ലോ കഴിഞ്ഞാഴ്ച, അല്ല 2 ആഴ്ച മുമ്പ്. ഏ? എവിടെ കണ്ടു? എപ്പം കണ്ട്? 2 ആഴ്ച മുമ്പ്, സമയം എനിക്ക് ഓർമ്മയില്ല. 3 മാസായിട്ട് ആളെ കാണാനില്ലാന്ന വിവരം കിട്ടിയത്. ആര് പറഞ്ഞാണ്? സച്ചിൻ മാർബലിന്റെ തലയാണ്. തല ഇടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. എന്താണ്, നല്ല കലയാണല്ലോ. നോക്ക്. ഞാൻ അടുത്ത് പെയിന്റ് അടിക്കലുണ്ട്. അല്ല, പെയിന്റ് അല്ല, മറ്റേ പോളിഷ് ചെയ്യലുണ്ട്. ഇതെന്താണ് രക്തം? രക്തോ? ഇതോ? ബ്ലഡ്. അല്ല, ഇത് ടൊമാറ്റോ സോസ്. അത് വല്ല ട്രാക്ടർ പറഞ്ഞു പോകുമ്പോ ഇവിടെ ബാമ്പൂമ്മ തട്ടി താഴ്ത്തി വീണ് ചത്തേന്റെ ആയിരിക്കും. ഓ അപ്പൊ ബ്ലഡ് തന്നെയാണല്ലേ? അയ്യോ, ബ്ലഡ് ആണ് ഇത്, അറിയില്ല. ഒന്നും അറിയില്ല ഇപ്പൊ. ഇവിടെയൊക്കെ കുഴിച്ചാ താഴെ പോവോ എന്തോ, നോക്കട്ടെ. ഇല്ല, മണത്തോട്ടെ മാറി. ഇയാള് കിടപ്പുകയാണ്. ഇല്ല, മണത്തൊക്കെ. ഇത് പട്ടിയാണോ? ബ്ലഡ് അല്ല. പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു പട്ടി ഉണ്ട്, കാണാതായി. ഈ പട്ടിനെ എഴുന്നേപ്പിച്ച എന്തിനാണ്? വാലാട്ടുണ്ട്. പട്ടി തന്നെ. അവൻ ഇരുത്തിക്കോ. അപ്പൊ വാലാട്ടാത്തതൊക്കെ പട്ടിയല്ലാന്നാ? ഇല്ല. അല്ല. അല്ലേ? അല്ല. ആ പെട്ടിയൊന്നും തുറന്നുവിട്ടാൻ പാടില്ല. ഞങ്ങള് ഡിറ്റക്റ്റീവ്സാ. ഞങ്ങൾക്ക് ഇവിടെ എന്ത് പെട്ടിയോ, നിങ്ങളെ വീട് വരെ ഇങ്ങനെ വീട് സെർച്ച് ചെയ്യാൻ മറ്റേ സാധനം ഉണ്ടോ? ഇല്ലില്ല, ഇങ്ങനെ തുറന്നൊക്കെ നോക്കാം. അയ്യടാ. അയ്യടാന്നൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾക്ക് തുറന്നു നോക്കാം. എന്നാലും ഈ മരം എവിടുന്ന് ചോരയാ? ചോരയാ? പിന്നെ ചോര എവിടുത്തെ ചോര? അപ്പൊ എയറോപ്ലെയിൻ എങ്ങാനും ഇങ്ങനെ ഇടിച്ച് ഇവിടെ എങ്ങാനും വീണ് ഈ മനുഷ്യൻ ചത്ത ചോരയായിരിക്കും. എയറോപ്ലെയിനിന് ചോരയൊന്നും ഇല്ലല്ലോ. അല്ല, എയറോപ്ലെയിനിലുള്ള പൈലറ്റിന്റെ. ഉണ്ടാവാലോ. ഇത് വല്ല മറ്റേ കൊക്കോ വരുന്നതോ എന്തേ പറഞ്ഞു പോകുമ്പോ തട്ടിയതായി. വലിയ മരമല്ലേ? എന്താ അത്, പുല്ലും? എപ്പോഴും ബേർഡ്സ് മാത്രമേ ഡെഡ് ആവുള്ളൂടാ. അല്ലാണ്ട് പറന്നു പോകുന്ന വേറെന്താ ഉള്ളു? ഞാൻ മറക്കൂലോ. ഇവിടെ പറക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ബുദ്ധി ഉള്ളതാണ്, നിങ്ങളെ പോലെയല്ല. അപ്പൊ നല്ലോണം പറന്നു പോയിക്കോളൂ. എന്തിനാണ് ഇടക്കിടക്ക് കത്തി എടുക്കുന്നത്? അത് പണ്ടോട്ട് എങ്ങനെയാണ്, ആരെങ്കിലും എന്ത് പറഞ്ഞോ രണ്ടാം വാക്കിനെ കത്തി എടുക്കും. ഞാൻ ഇതാണ് എടുക്കുക. പക്ഷെ നമ്മള് 3 നേരം ഒരുമിച്ചെടുക്കാറ്. അത് ഒന്നുമില്ല, മച്ചാള്. നോക്കിയേ, ഹ്യൂമൻ ബ്ലഡ് പോലെ ഉണ്ടല്ലോ ഇത്. ഒരു മിനിറ്റ് ബ്രോ ഇങ്ങ വന്നേ. എന്താണ് അതൊക്കെ സൂര്യൻ. അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, അതിന്റെ അകത്ത് എന്തോ. ഒന്ന് പോയി നോക്കിട്ട് വരൂ പ്ലീസ്. ഞാനും കൂടെ വരാം. വാ ഒരുമിച്ച് വാ. റെഡി 1 2 3. ഇങ്ങോ വാ. ഇത് ഹ്യൂമന്റെ ബ്ലഡ് തന്നെയാണോ? അതെ. അപ്പൊ ഈ മരത്തിന് അറിയാം. സ്കോപ്പ് ഉണ്ടല്ലേ? പുള്ളി മരത്തിനെ പറ്റി എന്തോ പറയാനുണ്ടായി ഇവിടെ വന്നപ്പോ. അയ്യോ, ഇവിടുത്തെ ലോകോ. ഓ എന്താണ്? എന്താ? ക്ഷീണ, ഞാൻ പോയി കിടക്കട്ടെ. ശരി, കിടന്നു. സോറി ബ്രോ, എനിക്ക് ചെറിയൊരു വേറെ ദുശീലം കൂടി ഉണ്ട്. എനിക്ക് ബെഡ് ഭയങ്കര ഇഷ്ട. എനിക്ക് ഈ മരം നല്ല ഇഷ്ടപ്പെട്ടു. ഈ മരം കൊടുക്കണ്ടോ? എന്നാലും ഈ മരം എവിടെ ഞാൻ പോകുമ്പോന്നില്ലല്ലോ. അപ്പൊ ഇത് ബ്രോഡല്ല, എന്നാ ഞാൻ വെട്ടിയെടുത്തോട്ടെ. എനിക്ക് മരം ഭയങ്കര ഇഷ്ട. വേണ്ട, എന്റെ സ്ഥലത്തുള്ളതല്ലേ, വെട്ടണ്ട. ഓ അങ്ങനെ നിക്ക്. അല്ല, നേരത്തെ ഡയമണ്ട് കിട്ടില്ലേ? അപ്പൊ ആ ഡയമണ്ട് കൊടുത്ത് നമ്മള് മരം വാങ്ങി. എന്തു പറയണു?
എന്തേലും ചെയ്യും നിങ്ങള്. ഈ ഡിറ്റക്റ്റീവ്സ് എന്തിനാണ് മരം? അപ്പൊ നിങ്ങൾ ഉഡായിപ്പ് ഡിറ്റക്റ്റീവ്സ് ആണല്ലേ? ഞങ്ങൾ ഇപ്പൊ കൊഴപ്പില്ല. ഞാൻ എന്തായാലും വിജയ് ബ്രോ നമുക്ക് ഈ മരം എടുക്കാല്ലേ? എടുക്കാം. നല്ല ഞങ്ങൾ ഈ നല്ല മരം മേടിക്കാണ്. അതാണ്. വാങ്ങ ആ പൈസ കൊടുത്ത് അങ്ങ് വാങ്ങിയിട്ട് മരം മൊത്തം മരം നമുക്ക് വേണമെങ്കിൽ വെട്ടിയെടുക്കാം. ഇത് വെട്ടണ്ട, ഞാൻ വേറെ മരം തരാം. വേണ്ട, കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ മരം തന്നെ വേണം. അതെന്താണ് ഈ മരത്തിന് ഇത്ര പ്രത്യേകത? ഈ മരത്തില് സ്വർണ്ണമുണ്ട്, എനിക്ക് തന്നെ വേണം. ഇങ്ങോട്ട് കൂടുതൽ ചോദ്യം വേണ്ട. വെട്ടുന്നുണ്ടാ നല്ലോണം വെട്ട്, ഞാൻ അലമ്പാക്കല്ലേ. ഇല്ല, വെട്ടിത്തരാം. ഇതെവിടെ പോണ്? ബ്രോ വെട്ടുമ്പോ വേരോട് കൂടി വെട്ടണേ. ഞാൻ എനിക്ക് വെട്ടി ആ തരണോ? വേരും വേണ്ട, വെട്ടി. ഞങ്ങൾക്ക് നന്നായിട്ട് വെട്ടാറിയാട്ടോ. അത് കണ്ടപ്പോ തോന്നി, പ്രത്യേകിച്ച് ആ തലയിലെ റബ്ബർ ബാൻഡ് കണ്ടപ്പോ. അത് ഞാനല്ല, വേറെ ആരോ. ആദ്യം അടിച്ച ഞാനല്ല, ഈ പുള്ളിനോട് ചോദിക്കി. ഇവനോട് അല്ല, ഈ സാറിനോട്. വെറുതെ ആക്സോട്ട് വെച്ച് അടിക്കുക, ഞാൻ ഞാനല്ല ചത്തുപോയി. ചെയ്ത്. ബാറ്ററി നടിച്ചാ പിന്നെ ഞാനാര് ബാറ്ററി കൂടി ഒന്ന് അടിക്കാൻ ടിൻകനോ? സംതിങ് ഫിഷി. മീൻ ഇവിടെ ഉണ്ട്, വേണോ? മീൻ വേണം. എനിക്ക് 2 കഷ്ണം മീൻ വേണം. ഒന്ന് പിടിച്ചു തരൂ പ്ലീസ്. ഇപ്പൊ തരാം, ഒരു മിനിറ്റ്. തുറക്ക്, നമുക്ക് ഇവിടുന്ന് എന്തേലും കിട്ടും. അങ്ങനെ വരുന്നേക്കാളും മുന്നിട്ടാ ബ്രോ. ഒന്നുമില്ല, പൊക്കോ. അങ്ങനെ പിടിച്ചു മാറ്റി. മീൻ വേണ്ടേ? അവിടെ മാറിക്ക്, ഇതെന്താണ് അവിടെ മാറിക്ക്. ഇങ്ങോട്ട് ഇവിടെ? ഒന്നുമില്ല. ഇങ്ങോട്ട് വരെ മാറിക്ക്. എന്ത്? ഒന്നുമില്ല, അങ്ങോട്ട് പോയത്. ഒന്നുമില്ല. അങ്ങോട്ട് പോരെ നിങ്ങള്. ഒന്നുമില്ല, മാറിക്ക്. വിജയ് ബ്രോ ഇവിടെ നോക്കി, ഞാൻ പോരാ. ബ്രോ എവിടെ മീൻ കിട്ടിയാ? അയ്യോ, മീൻ തീർന്നു. എന്താണിത്? മീൻ തിന്നാ പിന്നെ തീരൂലേ? ഒരെണ്ണം കൂടി പ്ലീസ്. ഇനി മീനെ പിടിക്കാനും പറ്റൂല. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് മീൻ പിടിക്കാൻ. ബ്രോ ഞാനും വരാം, എനിക്ക് മീൻ പിടിക്കാൻ ഗസ്റ്റല്ലേ, അറിയാത്തോണ്ടല്ലേ. കുറച്ച് മീനൊക്കെ പിടിച്ചു തരണോ? ഗസ്റ്റ് ആണോ നിങ്ങള്? മറ്റേ സംഭവം അല്ലേ? ഞങ്ങള് ഡിറ്റക്റ്റീവ്സ് ആണ്. പോയി മീൻ പിടിക്കാൻ പറഞ്ഞാ പിടിക്കണം. ഇതെന്ത് ഡിറ്റക്റ്റീവ്സ്? പോയി മീൻ പിടിക്ക് പോയി. എവിടെ ചത്ത? ഹലോ, എല്ലാരും പോയോ? ഹലോ. അങ്ങേര് പോയോണ്ട്. വിജയ് ബ്രോ, എന്താ ബ്രോ? അങ്ങേര് വന്ന ബ്രോ അങ്ങേരും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോ. ഓക്കെ, നടക്കാണ്ടിട്ടോ. കുഴപ്പമില്ല. ഇത് കണ്ട, ഇവിടെ 2 ബോഡി ഉണ്ട്. ബ്രോ ഒരുത്തൻ വല്ല സൈക്കോ ആണോ? അത് ബ്ലഡ് ഒക്കെ കിട്ടി. എവിടെ നോക്കട്ടെ? ഹെഡൊക്കെ ഇരിക്കണേ. അതാ ബ്രോ ഒരുത്തൻ ചത്ത് കിടക്കണേ. അയ്യോ, വെള്ളം ഒഴിച്ചില്ലേ? ആവണില്ലല്ലോ. എവിടത്തെ വെള്ളം ഒഴിക്ക്. ഞാൻ എത്ര പ്രാവശ്യം വെള്ളം ഒഴിച്ച്. ഇപ്പൊ ചത്തോനെ ആർമതിട്ടുണ്ട്. ബ്രോ നിനക്ക് അതൊന്നും ചെയ്യണ്ട. ഇവിടെ എന്തോ ഉണ്ട് ട്ടോ. ഞാൻ പോയി മറ്റേ പുള്ളിനെ വിളിച്ചിട്ട്. One eternity later. പുള്ളിയായിട്ട് ശത്രുതയൊന്നുമില്ല, നമ്മള് നല്ല ബോണ്ടാണ്. നല്ല ബോണ്ടാണല്ലേ? അതെ. എന്നാ ഞാൻ പുള്ളിനെ ഇവിടെ കണ്ടു. ബ്രോയുടെ വീടിന്റെ അടിയിൽ പുള്ളി വീട് വെച്ച് താമസിക്കണ്ട്. പുള്ളിയുടെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. വിജയ് ബ്രോ ചത്തോ? ഹലോ, പിന്നെ മ്യൂട്ട് ചെയ്ത് ഞാൻ. വാ കമോൺ, ആ ഡ്രസ് ഒന്ന് കാണിച്ചു കൊടുക്കാം.
ആ പുള്ളി ദേ ഇവിടെ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. എവിടെ? ദേ ഇതിന്റെ അടിയില്. ബ്രോ കണ്ടിട്ടില്ല? ഇതിന്റെ അടിയിലോ? ദേ ഇതിവിടെ. ഇവിടെ? ദേ ഏ, ഏ, ഓവർ റിയാക്ടിങ്. നിക്കട്ടെ. എന്താന്ന് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. അയ്യോ ഇവിടുത്തെ ലൈറ്റ് ഒരു പോയി. ടോർച്ച് ആയിരിക്കും ബ്രോ. ഓക്കെ. ആഹാ. ഇനി ഇവിടുന്ന് ഞങ്ങള് പറയാണ്ട് ബ്രോ പുറത്തേക്ക് പോകല. എന്നിട്ട് ഒരാളൂടി ഉണ്ടായില്ല, അയാൾ എവിടെ പോയി? അത് വല്ല പിന്നാലെ പോയണ്ടോ. പുള്ളി അതാ മേലേന്ന് റോട്ടേറ്റ് ഇട്ട് കളിക്കുന്നു. വാ 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 വാ. എന്താടാ അത്? ആ വന്നു. ഓക്കെ അടച്ചു. തല്ലണ എന്തിനാണ്? തല്ലും നിങ്ങൾ. പിന്നെ നിങ്ങൾ ഇങ്ങനെ തല്ലി. തല കാണാൻ നല്ല രസമുണ്ട് തോന്നുന്നു. തല അത്ര ഇഷ്ടാ? എന്നാ എന്നെ കൊന്ന് ഇങ്ങനെ ഇതുപോലെ കെട്ടി തൂക്ക്. തലയല്ല, സ്ഥലം. സ്ഥലം നീലക്കുപ്പായിട്ടൊക്കെ ഇതാരാണ്? ഇതെന്റെ അനിയൻ. ആ കണ്ടാലും പറയൂ നീലയിട്ട് ഇട്ടിട്ട്. റബ്ബർ ബാൻഡ് ഇല്ല കേട്ടോ അതിന്. റബ്ബർ ബാൻഡ് നിങ്ങൾ ഊരി കത്തിച്ചളഞ്ഞില്ലേ? പക്ഷെ പല്ല് അതുപോലെ ഉണ്ട്. ഇതേ കണ്ടോ നിരന്ന പല്ല്. അത് കറുത്ത പല്ല, എന്റെ വെള്ളയാ നോക്ക്. ഇത് മറ്റേ ഇതായതല്ലേ, അതുകൊണ്ടായി. നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മാറണേ. അവിടെ നിന്നാ മതി, ഞങ്ങൾ ഇവിടെ നിക്കും. ഇതിന്റെ അടിയിലോ? എനിക്ക് പേടിയാ. അവിടെ എവിടെ വേണ്ടിയിരുന്നു. ആരെ ഇതുപോലെ കൊന്ന് ഇത് ആരെന്ന് പറഞ്ഞാ മതി. ഇതാരത്? ആരത്? 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 നിങ്ങളല്ലേ കൊന്നേ? എന്നോട് ചോദിക്കണം എന്നിട്ട്. കൊല്ലാനോ? ഞാനോ? ബ്രോയുടെ വീടിന്റെ അടിയിലായതുകൊണ്ട് ബ്രോ തന്നെ കൊന്ന്. ബ്രോ തന്നെ ഇതിന്റെ അടിയിൽ ലാവ ഉണ്ടായി. ഞാൻ നേരത്തെ വന്നപ്പോ ചാവാൻ പോയി. എന്നിട്ട് എന്ത് വിജയ് ബ്രോ വെള്ളം ഒഴിച്ച് എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാനും ഇതുപോലെ ഇപ്പറ കമ്പിയിൽ ഇങ്ങനെ കെട്ടി തൂങ്ങി ചത്തേനെ. എവിടെയാ? അവിടെ തന്നെ. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടല്ലോ. അതെ, ഒരു കമ്പിക്ക് സ്ഥലം കൂടെ ഉണ്ട്.